ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടി എഗ്ഗ് ഉപയോഗിച്ചായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നേന്ത്രപ്പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിക്കും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ താല്പര്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 4 നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ചെറിയ നാടൻ പഴമാണ്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ നന്നായിട്ട് നമുക്കിത് നെയ്യിൽ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റണം. ഞാൻ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം പഴുത്ത പഴമല്ലാന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മധുരം തന്നെ മതിയാവും. മധുരമൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴം കൊണ്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗോതമ്പിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്കൊരു നുള്ളോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴം നന്നായിട്ട് കട്ടൊന്നുമില്ലാണ്ട് അടിച്ചെടുത്തതിൻ്റെ പേസ്റ്റാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ചായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണത് എടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരൽപ്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇത് നന്നായിട്ട് എല്ലായിടത്തൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കയ്യിൽ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും ചേർത്തുള്ള ദോശയെല്ലാം ചുട്ടെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എഗ്ഗിൻ്റെ ബാറ്ററും കൂടിയും തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായപ്പൊടി നമ്മൾ 3 മിക്സിലും ചേർക്കുന്നത് കൊണ്ട് ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി, കൂടെ ഉണ്ടാകും. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഏലക്കായുടെ ഒരു സ്മെല്ല് വരും. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് എഗ്ഗിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ എഗ്ഗ് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ദോശ ചുട്ടെടുത്ത സെയിം പാൻ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗോതമ്പിൻ്റെയും പഴത്തിൻ്റെയും ദോശയിൽ നിന്ന് ഒരെണ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിരുന്ന പഴത്തിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും പഴത്തിൻ്റെ മിക്സ് ആവുന്ന വിധത്തിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പഴത്തിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ദോശയും കൂടി വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് അതേപോലെ തന്നെ പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ പഴത്തിൻ്റെ മിക്സ് തീരുന്നത് വരെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ഗോതമ്പ് ദോശയും കൂടിയും വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന എഗ്ഗിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് എല്ലാ ഭാഗത്തും കവർ ചെയ്യണ വിധത്തിൽ വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരല്പം വെളുത്ത എള്ളും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇട്ട് കൊടുക്കണമെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കുള്ളൂ. ഇനി നമുക്കിത് അടച്ചു മൂടിയായിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണ വരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് അടച്ചു മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ട് ഇത് ഈ സൈഡിൽ നിന്ന് നമുക്കൊന്ന് വിടിയിച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇനി നമുക്കിത് നെയ്യ് പറ്റിയ വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടി നന്നായിട്ടൊന്ന് വേവാവണ വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും എഗ്ഗും നേന്ത്രപ്പഴവും ചേർത്തുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്